2026 ഏപ്രിൽ 28-ന് ന്യൂ ചണ്ഡീഗഡിലെ മുള്ളൻപൂർ ന്യൂ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന റൺമഴ കണ്ട IPL സീസണിലെ 40-ാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഈ വിജയത്തോടെ ടൂർണമെന്റിൽ പഞ്ചാബ് കിങ്സിന്റെ അപരാജിത കുതിപ്പിന് അവസാനമായി. പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അവർക്ക് ഇതൊരു വലിയ വഴിത്തിരിവായിരുന്നു. 223 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം 4 വിക്കറ്റ് നഷ്ടത്തിൽ 4 പന്തുകൾ ബാക്കി നിൽക്കെ 228 റൺസടിച്ച് റോയൽസ് വിജയകരമായി ചേസ് ചെയ്തെടുത്തു. രാജസ്ഥാന് വേണ്ടി വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ഡോണോവൻ ഫെററി ആയിരുന്നു. വെറും 26 പന്തിൽ നിന്ന് പുറത്താകാതെ 52 വെടിക്കെട്ട് റൺസ് അദ്ദേഹം സംഭാവന ചെയ്തു. വെറും 12 പന്തിൽ നിന്ന് പുറത്താകാതെ അതിവേഗം 31 റൺസ് നേടി ശുഭം ദുബെയും വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. യശസ്വി ജയ്സ്വാൾ റോയൽസിന്റെ സ്കോറിലേക്ക് 51 റൺസ് ചേർത്ത് ഈ ചേസിൽ നിർണായക പങ്കുവഹിച്ചു. ഇരു ടീമുകളും റൺസ് വാരിക്കൂട്ടിയ ഈ കളിയിൽ വിജയത്തിനായി കടുത്ത പോരാട്ടമാണ് കണ്ടത്. സമ്മർദ്ദത്തിലും തളരാതെ മികച്ച പ്രകടനം കാഴ്ചവെച്ച റോയൽസ് IPL 2026 സീസണിൽ തങ്ങൾക്ക് ഒരു നിർണായക വിജയം ഉറപ്പിച്ചു. ഈ ഫലം രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫ് സാധ്യതകളിൽ കൂടുതൽ കരുത്ത് നൽകി. എന്നാൽ പഞ്ചാബ് കിങ്സ് ആദ്യ തോൽവി സംഭവിച്ചെങ്കിലും നേരത്തെ കാഴ്ചവെച്ച മികച്ച പ്രകടനങ്ങളുടെ ബലത്തിൽ പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനം നിലനിർത്തി. കളിയുടെ തുടക്കത്തിൽ പഞ്ചാബ് കിങ്സ് തങ്ങൾക്ക് അനുവദിച്ച 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എന്ന ഒരു വലിയ സ്കോർ പടുത്തുയർത്തി. കിങ്സിനായി മാർക്കസ് സ്റ്റോയിനിസ് ആയിരുന്നു ശരിക്കും തിളങ്ങിയത്. വെറും 22 പന്തിൽ നിന്ന് പുറത്താകാതെ 62 റൺസാണ് സ്റ്റോയിനിസ് വാരിക്കൂട്ടിയത്. തകർപ്പൻ ബൗണ്ടറികളും സിക്സറുകളും പറത്തി ഡെത്ത് ഓവറുകളിൽ സ്കോർ കുതിച്ചുയർത്താൻ ഇത് സഹായിച്ചു. പ്രഭ്സിമ്രൻ സിംഗും നിർണായകമായ ഒരു അർദ്ധ സെഞ്ചുറി നേടി പഞ്ചാബിന് മികച്ച അടിത്തറ പാകി ടീമിന് ഒരു ശക്തമായ തുടക്കം ഉറപ്പാക്കി. ഈ ബാറ്റ്സ്മാൻമാർ തമ്മിലുള്ള കൂട്ടുകെട്ട് രാജസ്ഥാൻ റോയൽസിന്റെ ബൌളർമാരെ ശരിക്കും സമ്മർദ്ദത്തിലാക്കി. ഇത്ര വലിയൊരു സ്കോർ ഉയർത്തിയെങ്കിലും റോയൽസിനായി യുസ്വേന്ദ്ര ചാഹൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 36 റൺസ് വഴങ്ങി 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി പല ഘട്ടങ്ങളിലും റൺ ഒഴുക്ക് തടയാൻ ചാഹലിന് സാധിച്ചു. പക്ഷേ പഞ്ചാബ് കിങ്സിന്റെ ബൌളർമാർക്ക് രാജസ്ഥാൻ റോയൽസിന്റെ ആക്രമണോത്സുകമായ ബാറ്റിംഗിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഒരു വിക്കറ്റിന് 68 റൺസ് വഴങ്ങിയ ആഷ്ദീപ് സിംഗ്, വിക്കറ്റൊന്നും നേടാതെ 57 റൺസ് വിട്ടുകൊടുത്ത ലോക്കി ഫെർഗൂസൺ, 3.2 ഓവറിൽ 41 റൺസ് വഴങ്ങിയ മാർക്കോ യാൻസൺ എന്നിവർക്കെല്ലാം റോയൽസിന്റെ ശക്തമായ ബാറ്റിംഗ് നിരക്കെതിരെ ഈ ഉയർന്ന ടാർഗറ്റ് പ്രതിരോധിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടേണ്ടി വന്നു. തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്താനും റൺ നിരക്ക് നിയന്ത്രിക്കാനും കഴിയാതെ വന്നതോടെ രാജസ്ഥാൻ അവരുടെ ഇന്നിംഗ്സിലുടനീളം മുന്നേറ്റം തുടരാൻ ഇത് വഴിയൊരുക്കി. രാജസ്ഥാൻ റോയൽസിന്റെ ചേസിംഗ് തുടങ്ങിയത് ഒരു പ്ലാനോടുകൂടിയായിരുന്നു. തുടക്കത്തിൽ ചില വിക്കറ്റുകൾ വീഴാതിരുന്നില്ലെങ്കിലും മധ്യനിര ആവശ്യമായ റൺ നിരക്ക് നിലനിർത്തി. യശസ്വി ജയ്സ്വാളിന്റെ അർദ്ധ സെഞ്ചുറി ടീമിന് നല്ലൊരു തുടക്കം നൽകി. അവസാന ഓവറുകളിലെ വെടിക്കെട്ടിന് അതൊരു കളമൊരുക്കുകയായിരുന്നു. ഡോണോവൻ ഫെറേരിയും ശുഭം ദുബെയും തമ്മിലുള്ള തകർപ്പൻ പുറത്താവാത്ത കൂട്ടുകെട്ടാണ് കളിയിൽ നിർണായകമായത്. അവർ 9 ഫോറും 5 സിക്സും പറത്തിക്കൊണ്ട് അവസാന ഓവറുകളിൽ പഞ്ചാബ് കിങ്സിന്റെ ബോളിംഗ് ആക്രമണത്തെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞു. ഫെറേരിയുടെ പക്വതയുള്ള ആക്രമണത്തിൽ പിറന്ന 52 റൺസും ദുബെയുടെ വെടിക്കെട്ട് 31 റൺസും ചേർന്ന് കിങ്സിന്റെ കൂറ്റൻ സ്കോർ മറികടക്കാൻ റോയൽസിന് നിർണായകമായി. ഈ ജയത്തോടെ രാജസ്ഥാൻ റോയൽസ് IPL 2026 പോയിന്റ് പട്ടികയിൽ 9 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി 3-ാം സ്ഥാനത്തേക്ക് കുതിച്ചു. പഞ്ചാബ് കിങ്സിന് സീസണിലെ ആദ്യ തോൽവിയായിരുന്നു ഇത്. പക്ഷേ മികച്ച നെറ്റ് റൺ റേറ്റിന്റെ ബലത്തിൽ 8 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുമായി അവർക്ക് ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം നിലനിർത്താനായി. IPL-ൽ ഈ ടീമുകൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 31 മത്സരങ്ങളിൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് 18 തവണയും പഞ്ചാബ് കിങ്സ് 13 തവണയും ജയിച്ചു.